ഒരിക്കൽ ഒരു ധനികൻ സെൻഗോയ് ഗുരുവിനെ സമീപിച്ചുകൊണ്ട് ഇങ്ങനെ ചോദിച്ചു. അനേകം തലമുറകളോളം സൂക്ഷിച്ചു വയ്ക്കാവുന്നതും എൻ്റെ കുടുംബത്തിന് ശാശ്വതമായ സമ്പത്ത് നൽകുന്നതുമായ എന്തെങ്കിലും അങ്ങ് എഴുതി തരാമോ? ഗുരു ഒരു വലിയ കടലാസിൽ ഇങ്ങനെ എഴുതി: പിതാവ് മരിക്കുന്നു, മകൻ മരിക്കുന്നു, മകൻ്റെ മകൻ മരിക്കുന്നു. ഇത് കണ്ട ധനികന് ദേഷ്യം വന്നു. എൻ്റെ കുടുംബത്തിന് ശാശ്വതമായ ഐശ്വര്യമുണ്ടാകുന്നത് എന്തെങ്കിലും എഴുതാൻ പറഞ്ഞിട്ട് ഇതാണോ അങ്ങ് എഴുതിയത്? ക്രൂരമായ ഒരു ഫലിതമാണ് ഇത്. ഇതൊരു ഫലിതമേ അല്ല, ഗുരു പറഞ്ഞു. നിങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ മകൻ മരിച്ചാൽ നിങ്ങൾക്ക് വലിയ ദുഃഖമാകും. നിങ്ങളും മകനും ജീവിച്ചിരിക്കുമ്പോൾ പേരക്കുട്ടി മരിച്ചാൽ നിങ്ങൾ രണ്ടു പേർക്കും കടുത്ത ദുഃഖമുണ്ടാകും. അങ്ങനെ നിങ്ങളുടെ കുടുംബത്തിന് സന്തോഷം നഷ്ടപ്പെടും. അതേസമയം ഞാൻ എഴുതി തന്ന ക്രമത്തിൽ തന്നെയാണ് മരണം സംഭവിക്കുന്നത് എങ്കിൽ അത് സ്വാഭാവികതയാണ്, ജീവന്റെ പൊതു സ്വഭാവമാണ്. അതുതന്നെയാണ് യഥാർത്ഥ സമ്പത്തും. യുവാവായ ഒരു വിദ്യാർത്ഥിയായിരുന്നു യമാവോ കാട്ടഷു. സെൻ ദർശനം പഠിക്കുന്നതിനായി പല പല ഗുരുക്കന്മാരെയും അയാൾ സമീപിച്ചുകൊണ്ടിരുന്നു. ഒരിക്കൽ ഷൊക്കോക്കുവിലെ ഡോക്കുവോൻ എന്ന ഗുരുനാഥൻ്റെ അടുത്തെത്തി. തൻ്റെ അറിവ് പ്രദർശിപ്പിക്കുന്നതിനായി യമാവോക്ക ഗുരുവിനോട് പറഞ്ഞു: മനസ്സ്, ബുദ്ധൻ, വികാരവിചാരങ്ങളുള്ള ജീവജാലങ്ങൾ ഇവയൊന്നും യഥാർത്ഥത്തിൽ ഇല്ല. സാക്ഷാത്കാരമോ മിഥ്യാധാരണയോ ജ്ഞാനിയോ അജ്ഞാനമോ ഒന്നുമില്ല. ഒന്നും കൊടുക്കാനില്ല, ഒന്നും നേടാനുമില്ല. ഡോക്കുവൻ എന്ന ഗുരു ഒന്നും മിണ്ടിയില്ല. പെട്ടെന്ന് അദ്ദേഹം തൻ്റെ മുളവടി കൊണ്ട് ഉണ്ടാക്കിയ പൈപ്പ് കൊണ്ട് യമാവോക്കായെ ആഞ്ഞടിച്ചു. ആ ചെറുപ്പക്കാരന് നന്നായി ദേഷ്യം വന്നു. ഒന്നുമില്ലെങ്കിൽ, ഡോക്കുവൻ ചോദിച്ചു, എവിടെ നിന്നാണ് നിന്റെ ഈ ദേഷ്യം വന്നത്? പ്രണവപ്രകാശത്തിൻ്റെ പുതിയ ഒരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കസ്തൂരി പങ്കഭാസ്വദ്ഗളചലദമലസ്ഥൂലമുക്താവലികാജ്യോത്സ്നാ ശുദ്ധാവദാതാ ശശിശിശുമകുടാലങ്കൃതാ ബ്രഹ്മപത്നി സാഹിത്യാംഭോജഭൃംഗീകവികുലവിനുതാ സാത്വികീം വാഗ്വിഭൂതിം ദേയാന്മേ ശുഭ്രവസ്ത്രാകരതലവലയാ വല്ലകീം വാദയന്തി. കസ്തൂരിക്കൂട്ട് അണിഞ്ഞിട്ടുള്ള അമ്മയുടെ കഴുത്തിൽ തിളങ്ങുന്നതും ചലിക്കുന്നതും നിർമ്മലവുമായ തടിച്ച മുത്തുകൾ കൊണ്ടുള്ള മാലകൾ ധരിച്ചിരിക്കുന്നു. നിലാവുപോലെ ശുദ്ധമായ വെളുത്ത നിറം, കിരീടത്തിൽ ചന്ദ്രക്കല. ബ്രഹ്മദേവന്റെ പത്നിയാണ് അവിടുന്ന്. സാഹിത്യമാകുന്ന താമരയിലെ വണ്ടായ ദേവി അമ്മേ. അവിടുന്ന് കവികളുടെ സമൂഹത്താൽ സ്തുതിക്കപ്പെടുന്നു. അവിടുന്ന് വെള്ള വസ്ത്രം ധരിച്ചിട്ടുണ്ട്. കൈത്തലങ്ങളിൽ വളകൾ അണിഞ്ഞ് വീണ വായിച്ചു കൊണ്ടിരിക്കുന്ന അമ്മേ, എനിക്ക് അവിടുന്ന് സാത്വികമായ വാക്കിൻ്റെ ഐശ്വര്യം നൽകി അനുഗ്രഹിക്കണമേ. ഓം ശ്രീ ലളിതാംബികായൈ നമഃ. ബ്രഹ്മദേവന്റെ പുത്രനായിരുന്നു കശ്യപൻ. കശ്യപന് ധനു എന്ന ഭാര്യയിൽ ജനിച്ച ഒരു അസുരനാണ് പുലോമാവ്. പുലോമാവിൻ്റെ പുത്രിയാണ് ശചി. ഇന്ദ്രൻ ശചിയെ വിവാഹം ചെയ്തു. അങ്ങനെ ആ ദേവിക്ക് ഇന്ദ്രാണി എന്ന് പേരുണ്ടായി. പുലോമാവിൻ്റെ പുത്രിയായതുകൊണ്ട് പൗലോമി, പുലോമജ എന്നൊക്കെ ഇന്ദ്രാണിക്ക് പേരുകളുമുണ്ട്. ദേവേന്ദ്രൻ വൃത്രാസുരനെ വധിച്ചതുകൊണ്ട് ബ്രഹ്മഹത്യാപാപം ഇന്ദ്രനെ പിടികൂടി.
ദേവേന്ദ്രൻ പേടിച്ച് സ്വർഗമുപേക്ഷിച്ച് പലായനം ചെയ്തു. 100 അശ്വമേധയാഗം നടത്തി ഇന്ദ്രപദവിക്ക് അർഹനായിത്തീർന്ന നഹുഷനാണ് പിന്നീട് ഇന്ദ്രപദവിയിൽ വന്നത്. പുരൂരവസിന്റെ പുത്രനായ ആയുസ് ഇന്ദുമതി എന്ന രാജകുമാരിയെ വിവാഹം ചെയ്തു. അവർക്ക് ദത്താത്രേയ മഹർഷിയുടെ അനുഗ്രഹം കൊണ്ട് കിട്ടിയ പുത്രനായിരുന്നു നഹുഷൻ. ശിവന്റെ പുത്രിയായ അശോകസുന്ദരിയെയാണ് അദ്ദേഹം വിവാഹം കഴിച്ചത്. ദേവേന്ദ്രന്റെ അഭാവത്തിൽ ഇന്ദ്രപട്ടം ലഭിച്ച നഹുഷന് ഇന്ദ്രാണിയെ പത്നിയാക്കണം എന്ന് ആഗ്രഹമുണ്ടായി. ഇതറിഞ്ഞ ശചീദേവി ദേവഗുരുവായ ബൃഹസ്പതിയിൽ നിന്നും ഉപദേശം വാങ്ങി അമ്മയെ പൂജിച്ചു. ലൗകികമായ സുഖങ്ങളെല്ലാം ഉപേക്ഷിച്ച ഇന്ദ്രാണീദേവി താപസിയുടെ വേഷം ധരിച്ചുകൊണ്ട് ഭർത്താവിനെ രക്ഷിക്കുവാനുള്ള ആഗ്രഹത്തോടുകൂടി അമ്മയെ ആരാധിച്ചു. കാലേന കിയതാ തുഷ്ടാ പ്രത്യക്ഷം ദർശനം ദദൗ സൗമ്യരൂപധരാ ദേവി വരദാഹംസവാഹിനി കോടിസൂര്യപ്രതീകാശ ചന്ദ്രകോടിസുശീതള വിദ്യുൽകോടിസമാനാഭ ചതുർവേദസമന്വിത പാശാങ്കുശാഭയവരാൻ ദധതി നിജബാഹുഭി ആപാദലംബിനീം സ്വച്ഛാം മുക്തമാലാം ച ബിഭ്രതി പ്രസന്നസ്മേരവദനാ ലോചനത്രയഭൂഷിത ആബ്രഹ്മകീടജനനീ കരുണാമൃതസാഗര അനന്തകോടിബ്രഹ്മാണ്ഡനായിക പരമേശ്വരി സൗമ്യാനന്ദരസൈർയുക്തസ്തനദ്വയവിരാജിത സർവേശ്വരീ ച സർവജ്ഞാ കൂടസ്ഥാക്ഷരരൂപിണി താം ഉവാച പ്രസന്നാ സാ ശക്രപത്നീം കൃതോദ്യമാം മേഘഗംഭീരശബ്ദേന മുദമാദദതി ഭൃശം. കുറച്ചുകാലം കഴിഞ്ഞ് അമ്മ ഇന്ദ്രാണിക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. സൗമ്യമായ രൂപം, അരയന്നം വാഹനമാക്കി കോടിക്കണക്കിന് സൂര്യന്മാരുടെ പ്രകാശത്തോടുകൂടി 4 വേദങ്ങളോടുകൂടി കൈകളിൽ പാശം, അങ്കുശം, വരദം, അഭയം എന്നിവ ധരിച്ചുകൊണ്ട് പാദം വരെ നീണ്ടുകിടക്കുന്ന തിളങ്ങുന്ന മുത്തുമാലകൾ ധരിച്ച് 3 കണ്ണുകളും പുഞ്ചിരിക്കുന്ന മുഖവും കരുണാസമുദ്രവുമായ അമ്മ അനന്തകോടി ബ്രഹ്മാണ്ഡങ്ങളുടെ നായികയായ പരമേശ്വരിയായ അക്ഷരബ്രഹ്മസ്വരൂപിണിയും സർവേശ്വരിയും സർവജ്ഞയുമായ ശ്രീ മഹാദേവി മേഘഗംഭീരമായ ശബ്ദത്തോടെ ഇപ്രകാരം ശചീദേവിയോട് പറഞ്ഞു: വരം വരയ ശുശ്രോണി വാഞ്ചിതം ശക്രവല്ലഭേ. അല്ലയോ സുന്ദരിയായ ഇന്ദ്രാണി, ഇഷ്ടമുള്ള വരം ചോദിച്ചുകൊള്ളൂ. ദദാമ്യദ്യ പ്രസന്നാസ്മി പൂജിതാ സുഭൃശം ത്വയാ വരദാഹം സമായാതാ ദർശനം സഹജം നമേ. നീ വളരെ ഭക്തിയോടെ പൂജിച്ചതുകൊണ്ട് ഞാൻ സന്തോഷവതിയാണ്. നീ ആഗ്രഹിക്കുന്ന വരം നൽകുവാനാണ് ഞാൻ വന്നിരിക്കുന്നത്. എൻ്റെ ദർശനം സ്വാഭാവികമായി ലഭിക്കുന്നതല്ല. അനേക കോടി ജന്മോദ്ധ പുണ്യപുഞ്ചൈർഹി ലഭ്യതേ ഇത്യുക്ത്വാ സാ തദാ ദേവീം താമാഹ പ്രണതാ പുര. അനേക കോടി ജന്മങ്ങളിലെ പുണ്യം കൊണ്ടാണ് അത് കിട്ടുന്നത്. ഇങ്ങനെ അമ്മ അരുളി ചെയ്തപ്പോൾ അമ്മയെ നമസ്കരിച്ചുകൊണ്ട് ആ ദേവി പറഞ്ഞു: ശക്രപത്നി ഭഗവതീം പ്രസന്നാം പരമേശ്വരീം വാഞ്ചാമി ദർശനം മാത പത്യു പരമദുർലഭം. ആ ദേവി പ്രസന്നയായിട്ടുള്ള പരമേശ്വരീ ദേവിയോട് പറഞ്ഞു: എൻ്റെ അമ്മേ, പരമദുർലഭമായ ഭർത്താവിൻ്റെ ദർശനമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നഹുഷാദ് ഭയനാശം ച സ്വപദപ്രാപണം തഥാ. നഹുഷനിൽ നിന്നുള്ള പേടി ഇല്ലാതാവണം,
സ്വന്തം പദവി അദ്ദേഹത്തിന് തിരികെ കിട്ടുകയും ചെയ്യണം. അമ്മ പറഞ്ഞു, ഗച്ഛ ത്വമനയാ ദൂത്യ സാർത്ഥം ശ്രീമാനസം സര യത്ര മേ മൂർത്തിരചല വിശ്വകാമാഭിധാമത തത്ര പശ്യസി ശക്രം ത്വം ദുഃഖിതം ഭയവിഹ്വലം മോഹയിഷ്യാമി രാജാനം കാലേന കിയതാ പുനഃ സ്वस्था ഭവ വിശാലാക്ഷി കരോമി തവ ചേപ്സിതം ഭ്രംശയിഷ്യാമി ഭൂപാലം മോഹിതം ധൃതശാസനാത്. നീ ഈ ദൂതിയോടുകൂടി മാനസ സരസിലേക്ക് പോയാലും വിശ്വകാമ എന്ന പേരിൽ എൻ്റെ ഒരു പ്രതിഷ്ഠ അവിടെയുണ്ട്. ദുഃഖിതനും പേടിച്ചിരിക്കുന്നവനുമായ ഇന്ദ്രനെ നിനക്കവിടെ കാണാൻ കഴിയും. ഏതാനും കാലം കൊണ്ട് രാജാവായ നഹുഷനെ ഞാൻ മോഹിപ്പിക്കുന്നതാണ്. നീ സ്വസ്ഥമായിട്ടിരിക്കുക. നിന്റെ ആഗ്രഹം ഞാൻ സാധ്യമാക്കി നൽകുന്നതാണ്. രാജാവിനെ എൻ്റെ മായയാൽ മോഹിപ്പിച്ച് ഇന്ദ്രാസനത്തിൽ നിന്നും അവനെ മാറ്റുന്നതുമാണ്. ഇപ്രകാരം അരുളി ചെയ്ത ശേഷം അമ്മ അപ്രത്യക്ഷമായി. അമ്മയുടെ ദൂതി ഇന്ദ്രാണിയെ ഇന്ദ്രന്റെ സന്നിധിയിലെത്തിച്ചു. മാനസ സരസിൽ ഒളിച്ചു കഴിയുന്ന ഭർത്താവിനെ കണ്ട ദേവി വളരെ സന്തോഷിച്ചു. ദേവേന്ദ്രൻ ഇന്ദ്രാണിയോട് ചോദിച്ചു, എങ്ങനെയാണ് നീ ഇവിടെ എത്തിയത്? ഇവിടെ ഉണ്ടെന്ന് എങ്ങനെ അറിഞ്ഞു? ആർക്കും അറിയാത്ത ഈ സ്ഥലത്താണല്ലോ ഞാൻ കഴിയുന്നത്. അപ്പോൾ ദേവി പറഞ്ഞു, അമ്മയുടെ പ്രസാദം കൊണ്ടാണ് അങ്ങിവിടെ ഉണ്ട് എന്നറിഞ്ഞത്. എനിക്ക് അമ്മയുടെ അനുഗ്രഹം കൊണ്ട് ഇവിടെ എത്തുവാൻ കഴിഞ്ഞു. ഇപ്പോൾ നഹുഷൻ എന്ന രാജാവാണ് അങ്ങയുടെ സിംഹാസനത്തിലിരിക്കുന്നത്. അവൻ എന്നെ എപ്പോഴും ഉപദ്രവിക്കുന്നു. ഭർത്താവായി സ്വീകരിക്കണമെന്നാവശ്യപ്പെടുന്നു. ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ശചീദേവിയുടെ ദുഃഖം കണ്ട് ഇന്ദ്രൻ പറഞ്ഞു, നഹുഷൻ എപ്പോഴാണോ നിന്നെ ബലമായി പിടിച്ചുകൊണ്ടു പോകാൻ ശ്രമിക്കുന്നത്, ആ സമയത്ത് ഋഷിമാർ ചുമക്കുന്ന വാഹനത്തിൽ വന്ന് എന്നെ സ്വീകരിക്കണം എന്ന് നീ അവനോട് പറയണം. കാമാന്ധനായ ആ രാജാവ് മഹർഷിമാരെ കൊണ്ട് പല്ലക്കു ചുമപ്പിക്കും. ഒരാൾ രാജാവിനെ ശപിക്കും. ഭുവനേശ്വരി ദേവിയെ ഗുരുവിൻ്റെ ഉപദേശമനുസരിച്ച് നീ ആരാധിക്കുക. എല്ലാം മംഗളമായി തീരും. അഹങ്കാരിയായ നഹുഷൻ ഇന്ദ്രാണിയുടെ ആഗ്രഹം സാധിക്കുവാൻ സപ്തർഷികളെ കൊണ്ട് പല്ലക്ക് ചുമപ്പിച്ചു. അമ്മയുടെ ഭക്തയായ ലോപാമുദ്രാദേവിയുടെ ഭർത്താവായ അഗസ്ത്യ മഹർഷിയുടെ ശിരസിൽ കാലുകൊണ്ട് ചവിട്ടി സർപ്പ സർപ്പ നടക്കൂ നടക്കൂ എന്ന് പറഞ്ഞു. അതുകൂടാതെ അദ്ദേഹത്തെ അവൻ ചാട്ടവാറുകൊണ്ട് അടിക്കുകയും ചെയ്തു. ഉഗ്രഗോപിയും മഹാതപസ്വിയുമായ മഹർഷി അവനെ ഇങ്ങനെ ശപിച്ചു, സർപ്പോ ഭവദുരാചാര വനേ ഘോരവപുർമഹാൻ ബഹുവർഷസഹസ്രാണി യത്ര ക്ലേശോ മഹാൻ ഭവേൽ. മര്യാദ കെട്ടവനെ, നീ വനത്തിൽ ഉഗ്രരൂപമായ ഒരു സർപ്പമായി മാറട്ടെ. അനേകായിരം വർഷം വലിയ ക്ലേശം അനുഭവിക്കാനും ഇടവരട്ടെ. ഇപ്രകാരം ശാപം കിട്ടിയ രാജാവ് അഗസ്ത്യ മഹർഷിയോട് മാപ്പപേക്ഷിച്ചുകൊണ്ട് ശാപമോക്ഷത്തിന് യാചിച്ചു. അനേകായിരം വർഷങ്ങൾക്കു ശേഷം ദ്വാപരയുഗത്തിൽ യുധിഷ്ഠിരനുമായി കാണുന്ന സന്ദർഭത്തിൽ ശാപമോക്ഷം ലഭിച്ച് സ്വർഗപ്രാപ്തി ഉണ്ടാകുമെന്ന് മഹാനായ മഹർഷി അദ്ദേഹത്തിന് ശാപമോക്ഷം നൽകി. അങ്ങനെ ആ രാജാവ് മഹാസർപ്പമായി ഭൂമിയിൽ പതിക്കുകയും ചെയ്തു. ദേവേന്ദ്രന് നഷ്ടപ്പെട്ട ഇന്ദ്രപദവിയും പത്നിയെയും തിരികെ ലഭിച്ചു. ദേവീ ഭാഗവതം 6-ാം സ്കന്ധത്തിലെ 8ഉം 9ഉം അധ്യായങ്ങളിലെ ചില ഭാഗങ്ങളാണ് ഇവിടെ പരാമർശിച്ചത്. ഈ കഥാസന്ദർഭമാണ് ലളിതാ സഹസ്രനാമത്തിലെ 545-ാമത്തെ മന്ത്രമായ പുലോമജാർച്ചിത എന്ന നാമമന്ത്രത്തിലൂടെ വാഗ്ദേവതകൾ നമുക്ക് കാണിച്ചു തരുന്നത്. ദേവേന്ദ്രൻ്റെ പത്നിയായ ശചി പുലോമാവിൻ്റെ പുത്രിയാണല്ലോ. അതുകൊണ്ടാണ് പുലോമജ എന്ന് ശചീദേവിക്ക് പേര് വന്നത്. ശചീദേവിയായ പുലോമജയാൽ അർച്ചിക്കപ്പെട്ടവൾ എന്നാണ് ഈ മന്ത്രത്തിൻ്റെ അർത്ഥം. ഓം
പുലോമജാർച്ചിതായൈ നമഃ. ഓം ഓം ഹ്രീം പുലോമജാർച്ചിതായൈ നമഃ. ഈ മന്ത്രം ജപിക്കുമ്പോൾ ധ്യാനിക്കേണ്ടത് ദേവീ ഭാഗവതത്തിൽ പറഞ്ഞിട്ടുള്ള രൂപത്തിലാണ്. അതുകൊണ്ടാണ് ദേവീ ഭാഗവതത്തിലെ കഥാഭാഗം കൂടി ഈ മന്ത്രത്തിൻ്റെ ആമുഖമായി പറഞ്ഞത്. ഇന്ദ്രാണീ ദേവിക്ക് മുന്നിൽ ഹംസവാഹനയായി പ്രത്യക്ഷപ്പെട്ട അമ്മയെ ധ്യാനിച്ചുകൊണ്ട് ഈ മന്ത്രം 3 ദിവസം 3 പ്രാവശ്യത്തിൽ കുറയാതെ സന്ധ്യാനേരത്ത് ഭക്തിയോടുകൂടി ജപിക്കുക. പെട്ടെന്നുള്ള ആഗ്രഹസാധ്യത്തിന് ഏറ്റവും ഉത്തമമായ ഒരു മാർഗമാണിത്. ഈ മന്ത്രം ജപിച്ചുകൊണ്ട് ശ്രീചക്രത്തിനു മുന്നിലോ സന്ധ്യാദീപത്തിനു മുന്നിലോ 21 ചുവന്ന പുഷ്പങ്ങൾ സന്ധ്യാസമയത്ത് അർച്ചന നടത്തുകയാണെങ്കിൽ എത്ര ബുദ്ധിമുട്ടുള്ള കാര്യവും സാധ്യമാകും. ആദിപരാശക്തിയായ മഹാദേവി എല്ലാവരുടെയും ആഗ്രഹങ്ങൾ സാധ്യമാക്കി നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അമ്മയുടെ പാതാരബിന്ദങ്ങളിൽ സാഷ്ടാംഗ പ്രണാമങ്ങൾ അർപ്പിച്ച് നിർത്തുന്നു. നന്ദി, നമസ്കാരം.